everyone, welcome to Xylem Learning. Anita Miss ആണ്. സോ മക്കളെ, നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ 4th ചാപ്റ്റർ ആണ് ഈ കാണുന്ന എക്സ്പ്ലോറിംഗ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാഗ്നറ്റ്സിനെ പറ്റി പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അപ്പോൾ അതിൽ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ഓരോന്നും ക്രോസ് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അൺലൈക്ക് പോൾസ് ഓഫ് എ ടു മാഗ്നറ്റ്സ് ഡാഷ് ഈച്ച് അതർ വെറാസ് ലൈക്ക് പോൾസ് ഡാഷ് ഈച്ച് അതർ. നമ്മൾ ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ രണ്ട് പോൾസ് ഉണ്ട്, അതായത് ഒന്ന് നോർത്തും ഒന്ന് സൗത്തും. ഇതിൽ ലൈക്ക് പോൾസ് എന്ന് പറയുമ്പോൾ നോർത്ത് നോർത്തും അല്ലെങ്കിൽ സൗത്ത് സൗത്തും ഒരേപോലെയുള്ള പോൾസ്. അൺലൈക്ക് പോൾസ് എന്ന് പറയുമ്പോൾ നോർത്ത് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് നോർത്ത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോൾസ്. അപ്പോൾ ഇവയൊക്കെ അടുത്ത് വരുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കോളൂ, അൺലൈക്ക് പോൾസ് ഓഫ് എ ടു മാഗ്നറ്റ്സ് എന്താ സംഭവിക്കുന്നത്? ദേ അട്രാക്ട് ഈച്ച് അതർ. എന്താണ്? ദേ അട്രാക്ട് ഈച്ച് അതർ. ഇനി വേറാസ് ലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദേ റിപ്പൾസ് ഈച്ച് അതർ. ഓക്കെ, ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ ദാറ്റ് ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് എ മാഗ്നറ്റ് ആർ കോൾഡ്. അതായത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ സെയിം ടൈം നമ്മളോട് ചോദിക്കും, ദ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റ്, അതിനെ എന്തായിരിക്കും വിളിക്കുന്നത്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, രണ്ടും വ്യത്യാസം ഓർത്തിരിക്കാം. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണെങ്കിൽ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസ് ആണ്. ഇനി ദ നീഡിൽ ഓഫ് എ മാഗ്നറ്റിക് കോമ്പസ് റെസ്റ്റ് അലോങ് ദ ഡാഷ് ഡയറക്ഷൻ. അതായത് ഇപ്പം നമ്മൾ ഒരു മാഗ്നറ്റിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ആ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. ഇനി എ മാഗ്നറ്റ് ഓൾവേസ് ഹാസ് എത്ര പോൾസ്? എത്ര പോൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്? രണ്ട് പോൾസ്. അതായത് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരു പോൾ മാത്രമായിട്ടൊരു മാഗ്നറ്റ് ഇല്ല. എപ്പോഴും ഒരു മാഗ്നറ്റിനെ നമ്മൾ എത്ര ടൈനി ആയിട്ട് കട്ട് ചെയ്താലും ആ വളരെ ചെറിയ ആ ഒരു മാഗ്നറ്റിൽ പോലും രണ്ട് പോൾസ് ഓൾവേസ് എക്സിസ്റ്റ് ചെയ്യും. അതായത് എ മാഗ്നറ്റ് ഓൾവേസ് ഹാസ് ടു പോൾസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണെന്ന് പറയാം. ഓക്കെ, ആദ്യത്തത് എന്താണ്? എ മാഗ്നറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു പീസസ് ടു ഒബ്റ്റെയിൻ എ സിംഗിൾ പോൾ. അതായത് ഒരു മാഗ്നറ്റിനെ കട്ട് ചെയ്താൽ നമുക്കൊരു സിംഗിൾ പോളാക്കി മാറ്റാൻ പറ്റും എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. കാരണം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ് അല്ലേ, ഒരു മാഗ്നറ്റിനെ എത്ര ചെറുതായിട്ട് കട്ട് ചെയ്താൽ പോലും അവിടെ ഒരു പോൾ മാത്രമായിട്ടുള്ള ഒരു പീസ് നമുക്ക് കിട്ടത്തില്ല. മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി അടുത്തത്, സിമിലർ പോൾസ് ഓഫ് എ മാഗ്നറ്റ് റിപ്പൾ ഈച്ച് അതർ. അതായത് ഒരേപോലുള്ള പോൾസ് വരുവാണെങ്കിൽ അത് റിപ്പൾഷന് വിധേയമാകും. അതുകൊണ്ട് തന്നെ ഇത് ശരിയാണ്. ഇനി അയൺ ഫൈലിംഗ് മോസ്റ്റ്ലി സ്റ്റിക്ക് ഇൻ ദ മിഡിൽ ഓഫ് എ ബാർ മാഗ്നറ്റ് വെൻ ഇറ്റ് ഈസ് ബോൺ നിയർ ദം. അതായത് നമ്മളൊരു ബാർ മാഗ്നറ്റിന്റെ അടുത്തോട്ട് അയൺ ഫില്ലിംഗ് കൊണ്ടുവരുവാണെങ്കിൽ ആ ഒരു ബാർ മാഗ്നറ്റിന്റെ സെന്റർ പോർഷൻ, മിഡിൽ പോർഷനിലാണ് കൂടുതലും സ്റ്റിക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ? ഇത് തെറ്റാണ്. കാരണം എന്താണ്? നമ്മളൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവരുവാണെങ്കിൽ ആ ബാർ മാഗ്നറ്റിന്റെ എൻഡ്, അതായത് ഈ പറയുന്ന പോൾസിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തായിരിക്കും നമ്മുടെ അയൺ ഫൈലിങ്സ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്, അല്ലാതെ മിഡിൽ പോർഷനിലല്ല. ഇനി അടുത്തത് എന്താണ്? എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് ഓൾവേസ് അലൈൻ വിത്ത് എ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് ക്വസ്റ്റ്യൻസേ നമ്മൾ നോക്കിയിട്ടുള്ളൂ, പക്ഷേ ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും ഇടയിൽ നമ്മൾ കുറച്ചധികം സബ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. Column 1 show different position in which one pole of a magnet is placed near that of the other. Column 2 indicate the resulting interaction between them for a different situation. Fill in the column. അതായത് കോളം 1 ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോളം 2 ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതാണ് സിമ്പിൾ ആയിട്ട് നോക്കുക. അപ്പോൾ കോളം 1 എന്താണ്? നോർത്ത് നോർത്ത്, അതായത് ലൈക്ക് പോൾസ് ആണ്. അപ്പോൾ ലൈക്ക് പോൾസിൽ എന്താ സംഭവിക്കുന്നത്? റിപ്പൾഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി ഇവിടെ അട്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ നോർത്തിന്റെ അടുത്തോട്ട് എന്ത് വരണം? സൗത്ത് വരണം. കാരണം അൺലൈക്ക് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ സൗത്തും നോർത്തും വരുമ്പോൾ സ്വാഭാവികമായും എന്താണ് സംഭവിക്കുന്നത്? അൺലൈക്ക് പോൾസ് ആണ്. സോ അട്രാക്ഷൻ ആണ്
ഇവിടെ നടക്കുന്നത്. ഇനി ഇവിടെ റിപ്പൾഷൻ ആണ് നടക്കേണ്ടത്, സൗത്ത് ആണ് ഇവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും, കാരണം ലൈറ്റ് പോൾസ് ആണ് റിപ്പൾഷന് നടത്തുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? മാഗ്നറ്റ്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അവരുടെ അട്രാക്ഷനും റിപ്പൾഷനും. അതുപോലെ തന്നെ ഫ്രീലി സസ്പെൻഡ് ചെയ്യുന്ന മാഗ്നറ്റ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? മോണോപോൾ എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ, അങ്ങനെയുള്ള കുറേ സ്പെഷ്യാലിറ്റീസ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇതുപോലുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.